കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം പാടുമെൻ്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ നിറയുന്നെൻ ഹൃദയമാകെ നന്ദിയാ യേശുനാഥൻ ശാപമാകെ ഏറ്റതാ മുള്ളുകൊണ്ടുള്ളോർ മുടിയായി ഏറ്റതാ സമൃദ്ധിയേകിടാൻ ദരിദ്രനായതും ജീവനേകാൻ ഉയർത്തെഴുന്നതും എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ കവിഞ്ഞ് 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 കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. മൂവാറ്റുപുഴയിലെ TV പ്രേക്ഷക മീറ്റിങ്ങിൻ്റെ മധ്യത്തിൽ ഞാൻ നിങ്ങളോട്, എൻ്റെ സഹോദരങ്ങളോട് ചേർന്ന് നിങ്ങളോട് സംസാരിക്കുക. ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വാർത്തയിൽ തങ്കുബ്രദറിൻ്റെ ക്രൂസൈഡ് അവസാനിച്ചു. അവിടെ തങ്കുബ്രദറിനോടൊപ്പം MLEVSലെ 70 മിഷണറിമാരും അവിടെയുള്ളവരും ചേർന്ന് രണ്ടാം ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുക. എന്താണെന്നറിയോ? ഡ്രഗ്സിനോട് വിട, മദ്യപാനമേ ഇന്ത്യ വിട്ടുപോ, കുടുംബ തകർച്ചയെ ഇന്ത്യ വിട്ടുപോ. എൻ്റെ മുമ്പിൽ അത്ഭുത സാക്ഷ്യങ്ങളാണ് നിൽക്കുന്നത്. മദ്യപാനത്തിൽ നിന്ന് വിടുതലായവർ, ആത്മഹത്യയിൽ നിന്ന് വിടുതലായവർ. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം മതപരിവർത്തനമല്ല, ജീവിതങ്ങളെ വിടുവിക്കുന്നത്. ഓ യെസ്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നല്ലതേ വരികയുള്ളൂ. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് നല്ലതേ വരികയുള്ളൂ. യേശുവിൽ വിശ്വസിക്കുന്ന രാജ്യത്തിന് നല്ലതേ വരികയുള്ളൂ. സഭയ്ക്ക് നല്ലതേ വരികയുള്ളൂ. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ കേൾക്കാൻ പോകുന്നത് നല്ലത് തരുന്ന ഒരു യേശുവിനെ കുറിച്ചാണ്. യേശു എല്ലാവർക്കും നല്ലവനാ, നിങ്ങൾക്ക് നന്മയായിരിക്കും. രാജാധിരാജനും കർത്താധികർത്തനും ദേവാദിദേവനുമേ, രാജാധിരാജനും കർത്താധികർത്തനും ദേവാദിദേവനുമേ, യേശുവേ 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 യേശുവേ, ആത്മാവെ തന്നോനെ വീണ്ടും വരുന്നോനെ അങ്ങനെ വാഴ്ത്തിടുവേ, ആത്മാവെ തന്നോനെ വീണ്ടും വരുന്നോനെ അങ്ങനെ വാഴ്ത്തിടുവേ, യേശുവേ 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 യേശുവേ, ആത്മാവെ തന്നോനെ വീണ്ടും വരുന്നോനെ അങ്ങനെ വാഴ്ത്തിടുവേ, ആത്മാവെ തന്നോനെ വീണ്ടും വരുന്നോനെ അങ്ങനെ വാഴ്ത്തിടുമേ, യേശുവേ 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 യേശുവേ, സന്തോഷം തന്നോനെ ആനന്ദം തന്നോനെ അങ്ങനെ വാഴ്ത്തിടുമേ, സന്തോഷം തന്നോനെ ആനന്ദം തന്നോനെ അങ്ങനെ വാഴ്ത്തിടുമേ, യേശുവേ 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 ആമേൻ, യേശുവേ. പുതിയ പാട്ട്
യേശുവേ വരൂ പുതിയ പാട്ട് പാടി പാടി രാജാവേ വരൂ പുതിയ പാട്ട് പാടി പാടി യേശുവേ വരൂ പുതിയ പാട്ട് പാടി പാടി രാജാവേ വരൂ ഹാ 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 ഓ ഹാ ഹാ യേശു താനും എൻ്റെ കൂടെ ആടിപ്പാടുമേ 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 ലാ 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 പറന്നു പറന്ന യേശുവേ വരൂ പറവ പോലെ പറന്നു പറന്ന് രാജാവേ വരൂ പറവ പോലെ പറന്നു പറന്ന് യേശുവേ വരൂ പറവ പോലെ പറന്നു പറന്ന് രാജാവേ വരൂ ലാ 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 ഹോ ലാ 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 എല്ലായിടത്തും ഇപ്പോൾ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ലോകത്തെ ജയിക്കുന്നവർ അവിടെ നിൽക്കുന്നത്. എന്നാ സാഹചര്യം വന്നാലും യേശുവിൽ വിശ്വസിക്കുന്നവൻ കുലുങ്ങത്തില്ല, അവൻ അവിടെ തന്നെ നിൽക്കും. സെറുബാബേലെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന മല ആര്? ഹല്ലേലൂയ, അത് സമഭൂമിയായി തീരും. നീയല്ല സമഭൂമിയാണ്, മലകളെ സമഭൂമിയാകുന്നത്. വിശ്വാസത്താൽ നിൽക്കുന്നവൻ ആർക്കും കുലുക്കാൻ പറ്റത്തില്ല. പാറയിന്മേൽ പണിതിരിക്കുന്നവനെ ആർക്കും പറിച്ചു കളയുവാൻ പറ്റത്തില്ല. കാര്യം ഇതിനൊരു ഒടയവനുണ്ട്. യേശു ഇങ്ങനെയാ പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടത്തില്ല. അനാഥന അപ്പനില്ലാത്തവനായി വിടത്തില്ല എന്ന്. ഹല്ലേലൂയ. ചോദിക്കാനും പറയാനും ഞാൻ എല്ലായ്പ്പോഴും എല്ലാ നാഴികയിലും ലോകത്തിന്റെ അവസാനം വരെയും ഞാൻ നിങ്ങളുടെ കൂടെ. കൂടെ കൂടെ എന്ന് പറഞ്ഞാൽ എന്താ? കൂടെ എന്ന് പറഞ്ഞാൽ എന്നാ? അതാ പറഞ്ഞത്, ഞാൻ ഒരു നാളും കൈ വിടത്തില്ല. യേശുവേ എന്ന് വിളിക്കുമ്പോൾ, യേശുവേ എന്ന് വിളിക്കുമ്പോൾ പിടിച്ച കയ്യാ. മനുഷ്യന്റെ കൈയല്ല ഇത്, ദൈവത്തിന്റെ കൈയായിരുന്നു. ഒരു നാളും കൈവിടത്തില്ല. ഇനി നീ എന്നെ ഉപേക്ഷിച്ചു പോയാലും ഞാൻ ഉപേക്ഷിക്കത്തില്ല. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്റെ കൂടെ വരും. നിനക്ക് എന്നെ വേണ്ടായിരിക്കും, എനിക്ക് നിന്നെ വേണം. എനിക്ക് നിന്നോട് സ്നേഹമായി പോയി, എന്നാ ചെയ്യാനാ? നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ 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 കൂടെ. അതാ എൻ്റെ യേശു. നല്ലതേ 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 വരികയുള്ളൂ എനിക്ക്. നല്ലതേ 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 വരികയുള്ളൂ. ഏത് വന്നാലും എന്ത് വന്നാലും നല്ലതേ വരികയുള്ളൂ. ഏത് വന്നാലും എന്ത് വന്നാലും നല്ലതേ വരികയുള്ളൂ. നല്ലതേ 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 വരികയുള്ളൂ എനിക്ക്. നല്ലതേ 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 വരികയുള്ളൂ. നല്ലതേ
ഉള്ളൂ. ലല്ലല്ലലാ, ലലാ, ലലാ. ഓ യേശു താനും എൻ്റെ കൂടെ, യേശു താനും എൻ്റെ കൂടെ അടിപാടുമേ, യേശു താനും എൻ്റെ കൂടെ അടിപാടുമേ, യേശു താനും എൻ്റെ കൂടെ അടിപാടുമേ. ലല്ലല്ലലാ, ലലാ. എല്ലായിടത്തും ഇപ്പോഴും യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം, 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 ഓ ജയം. കർത്താവ് പറഞ്ഞു, ഞാനാ നിങ്ങളെ തിരഞ്ഞെടുത്തത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല. പലപ്പോഴും നമ്മൾക്കും ശക്തന്മാരാകണമെന്ന് ആഗ്രഹമുണ്ട്. പലപ്പോഴും വലിയ വീര്യപ്രവൃത്തി എൻ്റെ കയ്യാലെ നടക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. വെറുതെ ഒതുങ്ങിപ്പോകാൻ ആർക്കും ആഗ്രഹമില്ല. എന്നാൽ ഞാനൊരു വസ്തുത നിങ്ങളോട് പറയാം. നിങ്ങളെക്കാളും അധികം ആഗ്രഹിക്കുന്നത് കർത്താവാണ്. ഈ ലോകം മുഴുവൻ പലതിനു വേണ്ടി ഓടുന്നു. യൗവനക്കാര് അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്ക് പോലും അറിയത്തില്ല. മുതിർന്നവർ അവരെങ്ങോട്ടാണ് പോകുന്നത് അവർക്കറിയത്തില്ല. എന്നാൽ അറിഞ്ഞ നിങ്ങൾക്കും എനിക്കും നമ്മുടെ മേലൊരു വലിയ നിർബന്ധം നിൽക്കുക. കിട്ടിയ സുവിശേഷം, കിട്ടിയ രക്ഷ ലോകം മുഴുവൻ അറിയിക്കാൻ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നത് ഒരു പുതിയ കാലഘട്ടം, ഒരു പുതിയ സൈക്കിൾ കർത്താവ് ആരംഭിക്കുക. ഞാൻ അസൂസ തെരുവിലെ ഉണർവ് നിങ്ങൾ പല പ്രാവശ്യം കേട്ട് കണ്ടേക്കാം. അതിൻ്റെ 100ാമത്തെ വാർഷികമായിരുന്നു 2006 അസൂസ തെരുവിൽ, കാലിഫോർണിയയിലെ. അവിടെ ആ 100ാമത്തെ വാർഷികത്തിൽ അതിൻ്റെ ഒരു ശുശ്രൂഷകനായി അവരെന്നെ വിളിച്ചു. ആ ശുശ്രൂഷിക്കാൻ അവിടെ ഞാൻ ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ അവരൊരു ബുക്ക് തന്നത് 100 വർഷത്തെ പെന്തക്കോസ് ഉണർവൻ്റെ ചരിത്രമാണ്. വില്യം സേമോർ എന്ന് പറയുന്ന ഒരു ചിക്കൻ പോക്സ് വന്ന ഒറ്റക്കണ്ണൻ, തനിക്ക് ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ. അദ്ദേഹം തൻ്റെ അകത്ത് ദൈവത്തെക്കുറിച്ചുള്ള വിശപ്പ്, ദാഹം, താൻ ഇങ്ങനെയാ പറയുന്നത്, ഹങ്കർ ഓഫ് ഗോഡ് വാസ് സോ മച്ച് ഇൻ മീ. എൻ്റെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം എത്രമാത്രമാണെന്ന് പറഞ്ഞാൽ എനിക്ക് 5-10 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന സമയം എനിക്ക് അറിയാൻ മേലാതായിപ്പോവും. ആ മനുഷ്യൻ ഒരു ബാപ്റ്റിസ്റ്റ് സഭയിൽ പോയി അവിടുന്ന് ബൈബിൾ വായിച്ചപ്പോഴാണ് മനസ്സിലായത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടെന്ന്. അവർ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിടെ ഇറങ്ങി അന്യഭാഷയിൽ അവർ ആരാധിക്കാൻ തുടങ്ങി. ഒരു ചെറിയ വീട്ടിൽ ചെറിയ ബൈബിൾ ക്ലാസ്. അതിന് ശേഷമുണ്ടായ സംഭവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതിന് ശേഷം ആൾക്കാർ വരുന്നവർ അന്യഭാഷ പറയാൻ തുടങ്ങി. ഈ വീട്ടിനകത്തോട്ട് കയറുന്നവർ ദൈവമഹത്വം അതിൻ്റെ ഏറ്റവും തിക്നെസ്സിൽ ഇറങ്ങി. അവിടെ കയറുന്നവർക്ക് നിൽക്കാൻ മേലാതെ വേണം, അവർ സ്ലെയിനായി താഴെ പോയി. പിന്നീടുണ്ടായ അനുഭവങ്ങൾ, ആ ഭവനത്തിൽ 150 പേര് ഇടിച്ചു കയറുക, ബാക്കിയുള്ളവർ വെളിയിൽ നിൽക്കുക. ആ വീടിൻ്റെ ഫൗണ്ടേഷൻ ഇടിഞ്ഞുപോയി, ആർക്കും ഒന്നും കുഴപ്പം പറ്റിയില്ല. എന്നാൽ അവിടെ ഉണ്ടായ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച, ആ പകരുന്ന സമയത്ത് ആർക്കും നിൽക്കാൻ മേല. വരുന്നവർ ആ പിന്നീട് വീടിനകത്തല്ല, മുറ്റത്ത് കയറുമ്പോൾ ആൾക്കാർ സ്ലീനാകുക. രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ അവിടെ എത്താൻ തുടങ്ങി. അവർ ആ പട്ടണത്തിൽ ഇറങ്ങുമ്പോൾ അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇലക്ട്രിക് നീഡിൽ, സൂചി കയറുന്ന പോലെ അനുഭവം. ബട്ട് ദർ ഇസ് എ കണക്ഷൻ ബിറ്റ്വീൻ അനോയിന്റിങ് ആൻഡ് സംതിങ് എൽസ്. അതാ ഇന്ന് പകലിലെടുക്കാൻ പോകുന്നത്. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന
ഒരു വാചകം ഞാൻ നിങ്ങളോട് വായിച്ചു കേൾപ്പിക്കാം. നോക്കാം, വില്യം സേമോർ ഇങ്ങനെയാണ് പറയുന്നത്: ഡിവൈൻ ലവ് was manifested in the meetings. They would not allow an unkind word said against any one of their oppressors or other churches. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനം ഇറങ്ങിയപ്പോൾ അവരുടെ വായിൽ നിന്നും വേണ്ടാത്ത ഒരു വാക്കുപോലും, വിമർശനത്തിൻ്റെ ഒരു വാക്കുപോലും, കളിയാക്കുന്ന ഒരു വാക്കുപോലും, പരാതിയുടെ ഒരു വാക്കുപോലും അവരുടെ പ്രതിയോഗികൾക്കെതിരെയോ മറ്റ് സഭകളുടെ എതിരെയോ വന്നില്ല. Hallelujah. The message of love of God, it was the first love in the early churches. The baptism we received did not allow us to think, to speak, to hear evil of any man. മറ്റാരുടെയും മോശമായ കാര്യം കേൾക്കാനോ ചിന്തിക്കാനോ സംസാരിക്കാനോ പരിശുദ്ധാത്മാവ് അനുവദിച്ചില്ല. ഹല്ലേലൂയ. തുടർന്ന് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: we knew the moment we had grieved the spirit by an unkind word or thought. വേണ്ടാത്ത ഒരു വാക്ക് പോലും പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത് ഞങ്ങൾക്ക് തിരിച്ചറിയാമായിരുന്നു. ഞാൻ പറയാം, വലിയ ദാനം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദാനം മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നതിനേക്കാളും അധികം മരിച്ചവർ സാധാരണയായി എഴുന്നേക്കാൻ പോവുക. ഞാൻ വിശ്വസിക്കുന്ന ഒരു പുതിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പട്ടണങ്ങൾ, രാജ്യങ്ങൾ, ഇനി സഭായോഗം എന്ന് പറയുന്നത് ടൈം ലിമിറ്റ് ഇല്ലാത്തതുപോലെ 2, 3, 4 ദിവസം ആത്മപ്രവാഹത്തിൽ നടക്കുന്ന സഭായോഗങ്ങളായി മാറണം. വാച്ച് നോക്കിയിട്ടല്ല, പരിശുദ്ധാത്മാവെ 11 ആയാൽ ഞാൻ പോകുമെന്ന് പറയുന്നതല്ല. ആത്മപ്രവാഹത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മറ്റാവശ്യങ്ങളെല്ലാം വിട്ട് ജനങ്ങൾ ഒന്നിച്ചു കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ഏറ്റവും വലിയ ദാനം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ്, ഡിസേൺ ചെയ്യാനുള്ള കഴിവ്. സ്നേഹമാണ് ഏറ്റവും വലിയ ദാനം. അതാണ് വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നത്: നമ്മളെ ഇരുട്ടിൽ നിന്നും തൻ്റെ പുത്രൻ്റെ സ്നേഹത്തിൻ്റെ രാജ്യത്തിൽ അവനെ ആക്കി വെച്ചിരിക്കുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച്, നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. കിങ്ഡം ഓഫ് ഹിസ് ലവ്. അതാ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം മുതൽ, എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തും ഞാൻ ചെയ്യും, ഇഫ് യു ഡു മൈ കമാൻഡ്മെന്റ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ ഞാൻ നിങ്ങളോടൊരു കൽപ്പന തരാൻ പോവുക. ആ കൽപ്പന നിങ്ങൾ ചെയ്താൽ എന്താ സംഭവിക്കുന്നത് നോക്ക്, വായിച്ചേ. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് തന്നെ ഒരു പ്രണയബന്ധമാണ്, ഒരു മുതലെടുപ്പല്ല, പ്രണയബന്ധമാണ്. എനിക്കെന്നാ കിട്ടുമെന്നല്ല, എനിക്ക് ഇനിയും എന്ത് കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റുമെന്നാണ്. എന്നാ മനോഭാവം നമ്മുടെ ഉള്ളിൽ വരുമോ ഓർത്തോണം നമ്മൾ രക്ഷപ്പെട്ടു. അതാ വിടുതൽ. തിരിച്ച് ഞാൻ പറയാം, ജീവിതത്തിന്റെ അവസ്ഥകൾ മാറുമോ? മാറിയേ തീരൂ. രാജാവ് അവസിക്കുന്നേ. കുഞ്ഞുങ്ങളുടെ അവസ്ഥ മാറുമോ? മാറിയേ പറ്റൂ. ദൈവമഹത്വത്തിന് മാറ്റാൻ പറ്റാത്തതൊന്നുമില്ല. അവസ്ഥകളെ മാറ്റുന്ന ദൈവമഹത്വം. എന്നാൽ നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമുണ്ട്, സ്നേഹം. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നുവെങ്കിൽ, വായിച്ചേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ. എനിക്ക് ഈ ഭാഗം വായിച്ച ഈ ദിവസങ്ങളിൽ ഇവിടെ പ്രാർത്ഥനയിലിരിക്കും ഒരു കാര്യം മനസ്സിലായത്, that the anointing is directly related to love. അഭിഷേകം, വീര്യപ്രവൃത്തി, ദൈവമഹത്വം സ്നേഹവുമായിട്ട് നേരിട്ടുള്ള ബന്ധമാണ്.
നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, നമ്മൾ പലരും പറയും, വാക്കുകൊണ്ട് പറയും യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ യേശു പറയുക, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞ കൽപ്പന നിങ്ങൾ അനുസരിക്കും. It was not a suggestion, it was a commandment. And what was the commandment? അതാ 13-ാം അധ്യായത്തിൽ 13-ന്റെ 34 വായിച്ചാൽ നന്നായിരിക്കും. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. പുതിയൊരു കൽപ്പന ഞാൻ, പഴയതുപോലെ മാറ്റിക്കൊണ്ട് ഞാൻ ഒന്ന് പുതിയത് ചെയ്യാൻ പോവാ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. എന്തിനാ സ്നേഹിക്കേണ്ടത്? വായിച്ചേ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നിങ്ങളുടെ മധ്യത്തിൽ നടക്കാൻ പോകുന്ന വീര്യപ്രവൃത്തി കണ്ടോണ്ടല്ല, വീര്യപ്രവൃത്തി ഫോളോ ചെയ്യും. സൈൻസ് ആൻഡ് വണ്ടേഴ്സ് വിൽ ഫോളോ ദോസ് ഹു ബിലീവ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുന്നല്ല, അത്ഭുതങ്ങളും അടയാളങ്ങളും പിന്തുടരുന്ന. സ്നേഹമില്ലേ? നമുക്ക് അന്യഭാഷ പറയാവുന്നുള്ളൂ. അതാണ് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ 14-ന്റെ 1 ആദ്യമേ വായിച്ചിട്ട് 13-ലോട്ട് പോകാം. വായിച്ചേ. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്നേ. എല്ലാരെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടാന്നേ. പക്ഷെ കർത്താവ് പറയാ, നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കും, മറ്റൊരു സഹായകൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂട്ടത്തിൽ വരും. വാഞ്ചയുണ്ടോ? പലർക്കും സ്റ്റേജും വീര്യപ്രവൃത്തികളാണ് വേണ്ടിയത്. ലോകം നോക്കുന്നത് സ്റ്റേജ് അല്ല, നിങ്ങളുടെ സ്നേഹമാണ്. നമ്മളെ വിമർശിക്കുന്നവർ പോലും കാണുന്ന അവരുടെ പ്രതീക്ഷ നമ്മുടെ സ്നേഹമാണ്. അതവിടെ എഴുതിയിരിക്കുന്ന, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ, കൃപവരം വാഞ്ചിച്ചോ. നല്ലതാ, വാഞ്ചിക്കണം. പക്ഷേ അത് വരുന്നത് എവിടെയാ? സ്നേഹമുള്ളിടത്താ. മൂവാറ്റുപുഴയിൽ TV പ്രേക്ഷക മീറ്റിങ്ങിൽ അത്ഭുതങ്ങൾ, സൗഖ്യങ്ങൾ, വിടുതലുകൾ കണ്ട് എക്സൈറ്റഡ് ആയിട്ടാ എൻ്റെ സഹോദരങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇന്നിവിടെ ആർത്രൈറ്റിസുകൾ സൗഖ്യമായി അത്ഭുതങ്ങൾ നടന്നു. അടുത്ത എപ്പിസോഡ് നിങ്ങൾ മുടക്കരുത്. അത്ഭുതങ്ങളുടെ നിറവിലുള്ള എപ്പിസോഡായിരിക്കും. ഇന്ന് നിങ്ങൾ അല്പമായി കണ്ടത് അടുത്ത എപ്പിസോഡിൽ പൂർണ്ണമായി കാണാൻ പോവുക. യേശു ഇപ്പോൾ തന്നെ നിങ്ങളുടെ വീടുകളിലുണ്ട്. ഇപ്പോൾ എന്നോടൊപ്പം ഈ സഹോദരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. ഇന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, സഭ മുഴുവൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ വിശ്വസിക്കുന്ന ഭാഷ പോലും അറിയാത്ത സായിപ്പുമാർ, മറ്റ് ഭാഷക്കാർ സൗഖ്യമാകാൻ പോവുക. കാരണം ഭാഷകൾക്ക് അതീതമായ യേശുവിൻ്റെ അത്ഭുതം. എല്ലാ കരങ്ങളും നീട്ടി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിവിടെ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മദ്യപാനികളെ രൂപാന്തരപ്പെടുത്തിയ യേശുവേ, ഓ ക്യാൻസർ രോഗങ്ങൾ സൗഖ്യമാക്കിയ കർത്താവേ, ആർത്രൈറ്റിസുകൾ വിടുവിച്ച യേശുവേ, ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങയുടെ അത്ഭുത കരം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും വരട്ടെ. യേശുവിൻ നാമത്തിൽ രോഗബന്ധനം അഴിയട്ടെ. കട്ടിലിൽ തളർന്നു കിടക്കുന്ന വ്യക്തി ഇപ്പോൾ തന്നെ ദൈവശക്തി നിങ്ങളുടെ മേൽ വരുന്നു. ചാടി എഴുന്നേൽക്കുക. തൊണ്ടയിലെ മുഴ അപ്രത്യക്ഷമാകുന്നു. എല്ലാ രോഗക്കെട്ടുകളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ആത്മഹത്യക്ക് ഒരുങ്ങി നിൽക്കുന്ന കുടുംബം യേശു നിങ്ങളെ തൊടുന്നു. ജപ്തി നടക്കുകയില്ല. യേശു നിങ്ങളെ വിടുവിക്കുക. യേശു ജീവനോടെ ഉണ്ട്, നിങ്ങളുടെ ഭവനത്തിലുണ്ട്. യേശുവിന്റെ നാമത്തിൽ മദ്യപാനത്തിന്റെ വിപത്തുകൾ മാറട്ടെ. കർത്താവെ, അപ്പോൾ തന്നെ ഞങ്ങൾ ചേർന്ന് ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തെ വിടുവിക്കണമേ. ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് മദ്യപാനം വെളിയിൽ പോകട്ടെ, ഡ്രഗ്സ് വെളിയിൽ പോകട്ടെ, ഭീകരവാദം വെളിയിൽ പോകട്ടെ. ഞങ്ങളുടെ രാജ്യത്തെ നശിപ്പിക്കുന്ന എല്ലാ ഭീകരവാദങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. വി ബ്ലസ് ഇന്ത്യ. ഈ ഇന്ത്യയിൽ നിന്ന് വേണ്ടാത്തതെല്ലാം ഞങ്ങൾ ക്വിറ്റ് ഇന്ത്യ പറയുകയാണ്. അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു.
ഇപ്പോൾ തന്നെ വിടുതലുകൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ശരീരങ്ങളെ പരിശോധിക്കണം. കിടക്കുന്ന വ്യക്തി ചാടി എഴുന്നേക്കണം. ഇന്നു മുതൽ മദ്യപാനത്തിൻ്റെ കെട്ട് നിങ്ങളിന്ന് പൊട്ടിയിരിക്കുന്നു. നിങ്ങളുടെ വിടുതലുകൾ നമ്മുടെ പ്രയർ ടവർ നമ്പറിൽ ഒന്ന് അറിയിക്കണം. അടുത്ത മീറ്റിങ്ങുകളിൽ വന്ന് പറയണം. പ്രാർത്ഥനയ്ക്കായിട്ട് ഏത് സമയവും ഈ നമ്പറിൽ ബന്ധപ്പെടാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഇവിടെയുള്ള ജനങ്ങൾ ചേർന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. തകർത്ത ഇടി മുഴക്കം പോലെ ഹല്ലേലൂയ ഹല്ലേലൂയ ഉയർത്തിടുക യേശുനാമം. ഹല്ലേലൂയ ഹല്ലേലൂയ പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതിച്ചിടുക യേശുനാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആർപ്പിടുന്ന സൈന്യം പോലെ ഹല്ലേലൂയ ഹല്ലേലൂയ ആർത്തിടുക സ്തുതിച്ചിടുക ഹല്ലേലൂയ ഹല്ലേലൂയ ജയമതിന്റെ ഘോഷം പോലെ